എല്ലാ കാലത്തും എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരിക്കും 3 പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഗ്യാങ്. ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പറയാനും ചിരിക്കാനും എന്ന് മറ്റുള്ളവരെല്ലാം ചിന്തിക്കുന്ന ഒരു നൊട്ടോറിയസ് ഗ്യാങ്. അതിൽ ഒരാൾ പക്ക ലോയലായിരിക്കും. മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതം എത്ര മനോഹരമെന്ന് നമ്മൾ തിരിച്ചറിയുന്നതെന്നൊക്കെ കവിതയും ചൊല്ലി കയറിപ്പോയിട്ട് 3-ാം നാൾ തേപ്പും കിട്ടി മൂക്കും കുത്തി താഴെ വീഴുന്ന ഒരാൾ. എന്നിട്ട് അതിൻ്റെ പ്രതികാരം തീർക്കാൻ ബാക്കി 2 പേരെ കൂടെ നിർബന്ധിച്ച് ജിമ്മിൽ കൊണ്ടുപോയി 3 പേരുടെ രജിസ്ട്രേഷൻ ഫീസ് പാഴാക്കി കളയുന്ന ഒരു മഹാൻ. രണ്ടാമത്തെ ആൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ആൾ. എക്സ് ആയാലും വൈ ആയാലും ഇസഡ് ആണെങ്കിലും കാര്യങ്ങൾ നെരിപ്പായിട്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കടം ചോദിച്ച് മേടിക്കാനും മേടിച്ചത് കൊടുക്കാതിരിക്കാനും അവൻ ഉളുപ്പില്ലാത്തത് കൊണ്ട് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ തട്ടിമുട്ടി നടന്നു പോകുന്നു. പക്ഷേ 3-ാമത്തെ ആളെപ്പറ്റി ഇവിടെ പറയാതിരിക്കുന്നതാവും ഉചിതം. പോത്തുപോലെ വളർന്നെങ്കിലും ബുദ്ധി മാത്രം ദൈവം കൊടുത്തില്ല. പറയേണ്ടാത്ത സ്ഥലത്ത് പറയേണ്ടാത്ത കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കും. ബാക്കി 2 പേരില്ലെങ്കിൽ സ്ഥിരമായ ജനറൽ ആശുപത്രിയിൽ താമസിക്കേണ്ട മുതൽ ടീച്ചർമാരുൾപ്പെടെ നിഷ്കർണം തള്ളിക്കളഞ്ഞ ഈ മഹാനെ ഈ 2 പേരുടെ കാലശേഷം ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ലോകം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഈ 3 പേർ മാത്രം ഒരു തിരക്കുമില്ലാതെ ഇങ്ങനെ റീലും ഷെയർ ചെയ്ത് നടക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരിക്കും 3 പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഗ്യാങ്. ഇവർക്ക് മാത്രം എന്താണ്